നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാം, അവര് പറയാട്ടോ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 minus xy double dash minus 4xy dash plus yy is equal to cos x. അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് പറയണം. ഫർസാന. ലീനിയർ. വെരി ഗുഡ്. കാരണം അതിൽ എന്താ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താ ഡിപെൻഡന്റ് വേരിയബിൾസിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഒന്നും വരുന്നില്ല. ഡിപെൻഡന്റ് വേരിയബിളും അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ഒരു ടേംസ് ഒന്നും ഇല്ല. ഇതിന്റെ എല്ലാത്തിന്റെയും പവർ 1 ആണ്. കോയിഫിഷ്യൻസ് എല്ലാതും തന്നെ ഡിപെൻഡിങ് അപ്പോൺ എക്സ് ഓർ കോൺസ്റ്റൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ x into y triple dash d cube y by dx cube minus dy by dx whole raised to 4 plus y is equal to 0. അതാരാ പറയാ? ശില്പ. ശില്പ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ശില്പ. ലീനിയർ ആണ്. വെരി ഗുഡ്. ഓക്കെ. കാരണം എഗെയിൻ ഇത് തന്നെ ലീനിയർ ആണ്. നോൺ ലീനിയർ അല്ലേ? ശരിയാണ്, നോൺ ലീനിയർ ആണത്. ലീനിയർ അല്ല, കാരണം dy by dx ഹോൾ റേസ് ടു 4 ആണ്. ദാറ്റ് മീൻസ് എന്താ ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ 1 അല്ല 4 ആണ്. സോ ദാറ്റ് ഇസ് എ നോൺ ലീനിയർ ഇക്വേഷൻ. ലീനിയർ അല്ല. സെക്കൻഡ് വൺ ഇസ് നോൺ ലീനിയർ. തേർഡ് വൺ t raised to 5 y raised to 4 ഉണ്ട്. ആ ബ്രാക്കറ്റിൽ 4 ഇട്ട് കഴിഞ്ഞാൽ അത് ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് y എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് t cube into y double dash plus 6y is equal to 0. ഇങ്ങനെ y raised to n കൊണ്ട് ഉദ്ദേശിക്കുന്നത് nth ഡെറിവേറ്റീവ് ആണ് കേട്ടോ. dxോ തീറ്റയോ ഏതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അതിവിടെ വരും. nth ഡെറിവേറ്റീവ് ആണ് ഇങ്ങനെ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബ്രാക്കറ്റ്സിൽ പവർ എഴുതി കഴിഞ്ഞാൽ. അപ്പോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? വിജിഷ. അതെ, ലീനിയർ ആണ്. കാരണം എന്താ, അതിന്റെ ഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എല്ലാതും പവർ എല്ലാം 1 ആണ്. കോയിഫിഷ്യൻസിൽ ഒന്നും തന്നെ ഡിപെൻഡന്റ് വേരിയബിൾസ് വരുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ d square u by dr square plus du by dr plus u is equal to cos of r plus u എന്നുള്ള ഫോം. അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഹർഷിത. ഫോർത്ത് ക്വസ്റ്റ്യൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഹർഷിത. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഫോർത്ത് വൺ. ഹർഷിത കേൾക്കുന്നുണ്ടോ? നോൺ ലീനിയർ അല്ലേ? കാരണം എന്താ പറയാൻ പറ്റും? റീസൺ. റീസൺ എന്താ അതിന് നോൺ ലീനിയർ എന്ന് പറയാൻ? കോസ് ഓഫ് ആർ പ്ലസ് യു. വെരി ഗുഡ്. അതില് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫോമില് വന്നിട്ടുണ്ട്. കോസ് ഓഫ് ആർ പ്ലസ് യു എന്നുള്ള ഫോം വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോ കോസ് ഓഫ് ആർ പ്ലസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഫോമില് വരും?
നോൺ ലീനിയർ ആണ്. റീസൺ കോസ് ഓഫ് ആർ പ്ലസ് യു വരാൻ തന്നെയാണ്. അത് ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തതുണ്ടോ? കോസ് ഓഫ് എ പ്ലസ് ബി എന്നുള്ള ഫോമിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ ഫോംസ് വരുമ്പോൾ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫോമിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നോൺ ലീനിയർ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി ഫിഫ്ത് വൺ എന്താ വരിക? ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. അതൊന്നുകൂടി പറഞ്ഞു തരുമോ? നമ്മുടെ കോസ് ഓഫ് ആർ പ്ലസ് യു, കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി എന്നുള്ള ഫോമാണ്. സോ നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ കോസ് ആർ സൈൻ യു. പൂജ പറഞ്ഞത് അഞ്ചാമത്തെ അല്ലേ? അതെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് വന്നത് നോൺ ലീനിയർ ആണ്. കാരണം നമ്മൾ റൂട്ടിനെ മാറ്റാൻ വേണ്ടി സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ പവർ 2 ആയിട്ട് വരുന്നതുകൊണ്ട് ദാറ്റ്സ് നോൺ ലീനിയർ. ഇനി കോസ് ഓഫ് ആർ പ്ലസ് യുല് കോസ് ഓഫ് എ പ്ലസ് ബി കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി. അപ്പൊ കോസ് ആർ സൈൻ യു പ്ലസ് സൈൻ യു കോസ് ആർ എന്നുള്ള ഫോമിലേക്ക് വരും. കോസ് ആർ സൈൻ യു പ്ലസ് സൈൻ ആർ കോസ് യു എന്നുള്ള ഫോമിലേക്ക് വരും. സോ അവിടെ കോയിഫിഷ്യൻസിന്റെ ഫോമില് എന്ത് വരുന്നുണ്ട് നമുക്ക്? ഡിപ്പെൻഡിങ് അപ്പോൺ ഫങ്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആർ എന്നുള്ളത് ഇവിടെ യു എന്നുള്ള വേരിയബിളിന്റെ ഫോമിൽ വരുന്നുണ്ട്. സൈൻ ആർ കോസ് യു എന്നുള്ള ഫോമും കോസ് യു സൈൻ ആർ എന്നുള്ള ഫോമും സൈൻ യു കോസ് ആർ എന്നുള്ള ഫോം രണ്ടും വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് വരുന്നത് കോൺസ്റ്റൻസ് അല്ല വരുന്നത്. അതിന് പകരം എന്തായിട്ടാ നമ്മള് വൈഡ് ടേംസ് എന്ത് ഫോമിൽ വേണമെന്നാണ് പറഞ്ഞിരുന്നത്? ഒന്നെങ്കിലും ഒറ്റയ്ക്കായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ടേംസ് ഉണ്ടാവാൻ പാടില്ല അല്ലെ? നമ്മൾ പറഞ്ഞ് ഇവിടെ നോക്കുക, വൈ യു ഡബിൾ ഡാഷ് പ്ലസ് യു ഇസ് ഈക്വൽ ടു പ്ലസ് യു ഡാഷ് ആണ്. കോസ് യു പ്ലസ് ആറോ അല്ലെങ്കിൽ ആർ പ്ലസ് യു ഏതാണ് വെച്ചെടുക്കാം. കോസ് അപ്പൊ എന്ത് വരും? ഇത് എക്സ്പാൻഡ് കോസ് ആർ പ്ലസ് യു ആണ് ടെക്സ്റ്റില്. അപ്പൊ എന്താണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരിക? ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ആർ സൈൻ യു പ്ലസ് സൈൻ ആർ കോസ് യു എന്നുള്ള ഫോം നമുക്ക് അവിടെ കിട്ടും. അപ്പോ അതില് യുവിന്റെ ടേമിന്റെ കൂടെ നമുക്ക് വെറും യു എന്നുള്ള ഫോംസ് അല്ല വരുന്നത്, ട്രിഗ്നോമെട്രിക് ഫോംസ് വരുന്നുണ്ട്. പിന്നെ അതേമാതിരി കോൺസ്റ്റൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു യു വന്നിട്ടുണ്ട്. സോ യുവിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 1 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എഗെയിൻ യുവിന്റെ ടേംസ് വരുന്നുണ്ട്. കോസ് ആറും സൈൻ യുവും വരുന്നുണ്ട്, കോസ് യുവും വരുന്നുണ്ട് അല്ലെ? അപ്പൊ അത് ഏതിനെ നമുക്ക് ഡിഫൈ ചെയ്യുന്നു പറയണം, അല്ലെങ്കിൽ ഏത് ശരിയല്ല എന്ന് പറയാൻ പറ്റും? ഓർഡർ ഓഫ് ഡെറിവേറ്റീവ്സ് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, അതൊന്ന് എഴുതും. കോസ് ഓഫ് എ പ്ലസ് ബി എന്താ വരിക? അല്ലെങ്കിൽ കോസ് ഓഫ് എ പ്ലസ് ബിനെ വേറെ ഏത് ഫോമിലേക്ക് പറയാം നമുക്ക്? ഈ ട്രിഗ്നോമെട്രി ഫോംസിൽ ഇത് തന്നെ യൂസ് ചെയ്താൽ മതിയാവും. കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി. ഒരു മിനിറ്റ്, കോസ് ഓഫ് എ പ്ലസ് ബി എന്താ? കോസ് ഓഫ് എ പ്ലസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അല്ലേ? ഞാൻ പറഞ്ഞത് സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ കോസ് എ കോസ് സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ കോസ് ബി ആണ്. നേരത്തെ പറഞ്ഞത് സൈൻ എ പ്ലസ് ബി ആയിരുന്നു കേട്ടോ. സൈൻ എ പ്ലസ് ബി ആണ് കോസ് എ സൈൻ ബി പ്ലസ് സൈൻ എ കോസ് ബി ആയിട്ട് വരിക. ഇത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആയിട്ട് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? കോസ് ആർ കോസ് യു പ്ലസ് സൈൻ ആർ സൈൻ യു എന്നുള്ള ഫോമിലേക്ക് വരും.
എന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? കോസ് യുവിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണെന്ന് പറയാം. പവേഴ്സ് ഒക്കെ ശരിയാണ്. പക്ഷെ യുവിന്റെ പിന്നെയും 2 ടേംസും കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? കോസ് ആർ കോസ് യു പ്ലസ് സൈൻ ആർ സൈൻ യു. അപ്പൊ കോസ് യുവിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ആർ ആണ്. സൈൻ യുവിന്റെ കോഎഫിഷ്യന്റ് സൈൻ ആർ ആണെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം? ഏതാണ് ഡിഫൈൻ ചെയ്തെന്ന് പറയാൻ പറ്റുക? ഓക്കെ, ഇതില് നമുക്ക് യുവിന്റെ ടേം ആയിട്ട് കമ്പൈൻ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. നമ്മള് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഒരു ജനറൽ ഫോം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അത് ഇത് കഴിഞ്ഞ് പറയാൻ വിചാരിച്ചു. നമ്മുടെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് 2 ടൈപ്പ് ആയിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഫങ്ഷൻ ഓഫ് കോൺസ്റ്റന്റ് കൂടി പറയണോ അതോ കോൺസ്റ്റന്റ് പറയാണ്ടോ പറയണോ? കോൺസ്റ്റന്റ്സ് പറയണം. ഫങ്ഷൻ ഓഫ് എക്സ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എക്സെട്ര nth ഡെറിവേറ്റീവ് ഓഫ് y is equal to 0. ഇതാണ് ജനറൽ ഫോം. ദാറ്റ് ഇസ് ജനറൽ ഫോമില് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇക്വേഷൻ വിൽ ഡിപെൻഡ് അപ്പോൺ ദി വേരിയബിൾസ് എക്സ് വൈ വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എക്സെട്ര nth ഡെറിവേറ്റീവ് ഓഫ് y. എക്സും വൈയും 2 വേരിയബിൾസ്, വൈന്റെ എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും കോമ്പിനേഷൻ ആയിട്ടും വരാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ നോർമൽ ഫോം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. ഒരു ജനറൽ ഫോമിനെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ നമ്മൾ പറയുന്നത്. ഇപ്പം nth ഡെറിവേറ്റീവ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ nth ഡെറിവേറ്റീവ് is equal to function of all other variables. That is f of x, y, y dash, etc. y raised to nth derivative, n minus 1th ഡെറിവേറ്റീവ് എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഇതാണ് നോർമൽ ഫോം, ഇതാണ് ജനറൽ ഫോം. അപ്പൊ ഇവിടെ നമുക്ക് വൈയുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വെച്ചാൽ എങ്ങനെ വരും? എ നോട്ട് എക്സ് പ്ലസ് അല്ലെങ്കിൽ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് a2 x square അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ a naught x plus a1 y plus a2 y dash plus a3 y double dash etc. എന്നുള്ള ഫോമിലേക്ക് നമുക്ക് പറയാം. അങ്ങനെ എഴുതുമ്പോ y-നെയും y dash etc. അതിന്റെ എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഒന്നുകിൽ കോൺസ്റ്റൻസ് ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഫങ്ഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ആ ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം യു ആണ്. ഇവിടെ നമ്മൾ ഇതിനെ LHS കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? മൈനസ് കോസ് ആർ കോസ് യു മൈനസ് സൈൻ ആർ സൈൻ യു ഇസ് ഈക്വൽ ടു 0. സോ യു ഇൻറ്റു എ ഫോം എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു കോയിഫിഷ്യന്റ് ഇൻറ്റു യു എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല. ആ ഫോമിലും നമുക്ക് ഇതിനെ നോൺ ലീനിയർ ആണ് എന്നുള്ളത് പറയാം. അതല്ലാണ്ട് നമ്മൾ പഠിച്ച 2 ഫോംസില് ഡയറക്ട്ലി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ഫോമിലേക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷന്റെ എ നോട്ട് എക്സ് പ്ലസ് ഇവിടെ എങ്ങനെ വേണ്ട വെച്ചാല് ഇതിനെ കമ്പൈൻ ചെയ്ത് ആർ അല്ലേ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ എ നോട്ട് ആർ പ്ലസ് എ വൺ യു പ്ലസ് എ ടു യു ഡാഷ്
ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റണം. where a0, a1, a2 and a3 are the functions depending upon at least x alone. At least x, that is a0, a1, a2, a3 either it must be constants or it must be functions depending upon r. ഈ രീതിയിലേക്ക് എഴുതാൻ പറ്റണം. പക്ഷെ ഈ ഫോമിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം യു ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ രണ്ട് ടേംസിലും അഗെയിൻ സൈൻ യു കോസ് യു ഫോമിലുണ്ട്. സോ അതിനെ നമുക്ക് യു ഇൻറ്റു സം കോയിഫിഷ്യന്റ് എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല. സോ ദിസ് ഇസ് നോട്ട് ലീനിയർ. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ലീനിയർ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലീനിയർ ആണോ എന്ന് നോക്കാൻ ഒരു ഫോം ചില കേസസിൽ നമുക്ക് ഡയറക്റ്റ്, ഓൾമോസ്റ്റ് എല്ലാ കേസസിലും ഡയറക്ട്ലി പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറൽ കേസ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം പറയാം. അപ്പൊ ജനറൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഫംഗ്ഷൻ ഡിപെൻഡിങ് അപ്പോൺ ദ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് ദ ഡെറിവേറ്റീവ്സ് ഓഫ് വൈ. ഈ രീതിയിലാണ് നമ്മൾ ജനറൽ ഫോം പറയുക. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഡിപെൻഡിങ് അപ്പോൺ എക്സ് വൈ ആൻഡ് വൈ ഡാഷ് ആൻഡ് വൈ ഡബിൾ ഡാഷ് is equal to 0 എന്നുള്ള രീതിയിൽ. നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ ഇക്വേഷൻസ് എല്ലാതും സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആയിരുന്നു. അതുമാതിരി തേർഡ് ഓർഡർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ capital F of x, y, y dash, y double dash, comma, y triple dash is equal to 0. അങ്ങനെ nth order differential equation നമ്മൾ ജനറൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: f of x, y, y dash, y double dash, etc. nth derivative of y is equal to 0 എന്നുള്ള ഫോമാണ് ഒരു ഫോം. ഇതിന്റെ ജനറൽ ഫോമിനെ നമുക്ക് നോർമൽ ഫോമിലേക്ക് എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth order differential equation ആണെങ്കിൽ d raised to n y by d x raised to n എന്ന് പറയുന്നതിന് LHS ലേക്ക് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ നമ്മൾ എക്സിന്റെയും വൈയും y ഡാഷ് എക്സെട്ര n മൈനസ് 1th ഡെറിവേറ്റീവ് ഓഫ് y എന്നുള്ള ഫോമിലേക്ക് RHS എഴുതി കഴിഞ്ഞാൽ ഈ ഫോമിനെയാണ് നമ്മൾ ജനറൽ ഫോമിന്റെ തന്നെ നോർമൽ ഫോം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫോമിൽ എഴുതിയതിനു ശേഷം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ലീനിയർ ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ് ഓഫ് അല്ലെങ്കിൽ സം ട്രിഗ്നോമെട്രിക് ഫോമില് a പ്ലസ് b എന്നുള്ള ഫോം ആംഗിൾ ആയിട്ട് വരികയാണ്. വേർ വൺ ഇസ് ആൻ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ദി അതർ ഇസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള ഫോമിൽ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ലീനിയർ ഇക്വേഷൻ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ കോസ് ഓഫ് u പ്ലസ് യു ഡാഷ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. Again that will be an example of a non-linear equation. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? ഈ ജനറൽ ഫോമിലേക്ക് എഴുതുന്ന സമയത്ത് അവിടുത്തെ കോയിഫിഷ്യൻസ് എല്ലാതും തന്നെ എന്തായിരിക്കണം? ഐദർ കോൺസ്റ്റൻസ് ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് എലോൺ ആയിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നു, കാരണം യു ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എഗെയിൻ ഒരു കോസ് ഓഫ് ആർ പ്ലസ് യു എന്നുള്ള ടേം വന്നു. സോ എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ വെറും ഇൻ ടേംസ് ഓഫ് യു നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കോസ് ആർ ഇൻറ്റു യു പ്ലസ് സൈൻ ആർ ഇൻറ്റു യു ആയിരുന്നെങ്കിൽ പ്രശ്നമില്ല, അത് ലീനിയർ ആവുമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ഇതിനെ LHS ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ, അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സംശയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഈ ടേമിന് പകരം, ഈ ഇക്വേഷന് പകരം യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് പ്ലസ് യു ഇസ് ഈക്വൽ ടു കോസ് ആർ ഇൻറ്റു യു പ്ലസ് സൈൻ ആർ ഇൻറ്റു യു ഫോം ആയിരുന്നെങ്കിൽ യു ഡബിൾ ഡാഷ് പ്ലസ് യു ഡാഷ് പ്ലസ് യു മൈനസ് കോസ് ആർ ഇൻറ്റു യു മൈനസ് സൈൻ ആർ ഇൻറ്റു യു എന്ന് എഴുതാം. അപ്പൊ ഇതിൽ മൂന്നിൽ നിന്നും യു കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് ആർ മൈനസ് സൈൻ ആർ ഇൻറ്റു യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു വരുമായിരുന്നു. അപ്പൊ നമുക്ക് യുവിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് സൈൻ ആർ മൈനസ് കോസ് ആർ അല്ലെങ്കിൽ 1 മൈനസ് കോസ് ആർ മൈനസ് സൈൻ ആർ ആണ്. ദാറ്റ് ഇസ് ദ കോയിഫിഷ്യന്റ് ഓഫ് യു ദാറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഓൺലി ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കോൺസ്റ്റന്റും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. സോ അതിൽ എന്ത് വരുന്നില്ല? നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിളേ വരുന്നില്ല. സോ ദാറ്റ് ഇസ് ലീനിയർ എന്ന് പറയാമായിരുന്നു ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ദിസ്. പക്ഷെ ഇങ്ങനെയല്ല, നമുക്ക് ഈ ഫോമിലേക്കാണ് ഉള്ളത്. Therefore this is a example of non-linear equation. Clear ആണോ? ഓക്കെ, ക്ലിയർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷനെ ഇങ്ങനത്തെ ജനറൽ ഫോമിലേക്ക് എഴുതാം. ഏത് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും. ഇപ്പൊ നമുക്ക് ഇവിടെ കോസ് ഓഫ് എന്നൊക്കെ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഷന് ശേഷം ഈ ഫോം വെച്ച് കമ്പയർ ചെയ്യാം.
ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ y ഡാഷ് y ഡബിൾ ഡാഷ് ഡിപെൻഡന്റ് വേരിയബിളിന്റെയും അതിന്റെ എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും കോയിഫിഷ്യൻസ് നോക്കുക. നമ്മൾ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കണം. അത്രയാണ്. നമ്മള് ഇപ്പൊ ഓർഡറും ഡിഗ്രി ഒക്കെ പറഞ്ഞില്ലേ, ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പവർ എല്ലാതും ഹോൾ നമ്പർ ആണെന്ന് നോക്കണം. ഹോൾ നമ്പർ അല്ലെങ്കിൽ അതിനെ ഹോൾ നമ്പർ ആക്കിയതിന് ശേഷം വേണം ഡിഗ്രി കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതുമാതിരി തന്നിട്ടുള്ള ഇക്വേഷനെ എക്സ്പാൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തതിന് ശേഷം ഈ ഒരു ജനറൽ ഫോമിലേക്ക് കമ്പയർ ചെയ്യണം. അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് വരും? 1 into u double dash plus 1 into u dash plus 1 into u is equal to cos r into cos u plus sin r into sin u. അപ്പൊ u ഡബിൾ ഡാഷിന്റെ കോയിഫിഷ്യന്റ് ശരി, u ഡാഷിന്റെ കോയിഫിഷ്യന്റ് ശരി. പക്ഷെ യുവിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ u ഉണ്ട്, ഇവിടെയും u വരുന്നുണ്ട്, ഇവിടെയും u വരുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു u ഇൻറ്റു സം എ എൻ എന്നുള്ള അല്ലെങ്കിൽ എ നോട്ട് അല്ലെങ്കിൽ a1 എന്നുള്ള രീതിയിലേക്ക് എഴുതണം. അവിടുത്തെ ആ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം, അതല്ലെങ്കിൽ ടേം ഡിപ്പെൻഡിങ് അപ്പോൺ എക്സ് ആയിരിക്കണം. അപ്പൊ എക്സ്പാൻഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടതിന് ശേഷം എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും ഏത് ഡെറിവേറ്റീവ് ആണെങ്കിലും അതിന്റെ പവർ എല്ലാം 1 ആയിരിക്കണം. അതിന്റെ വേരിയേഷൻ ഒന്നും ഇല്ല. അതുമാതിരി തന്നെ മൾട്ടിപ്പിൾസ് വരാൻ പാടില്ല. മൾട്ടിപ്പിൾസ് മീൻസ് ഒരു ഡിപെൻഡന്റ് വേരിയബിളിന്റെ കൂടെ നമ്മൾ അതിന്റെ തന്നെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതിനൊരു വേരിയേഷനും ഇല്ല. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ നോക്കുന്ന അവിടെ നമുക്ക് എന്ത് ഫോമിലേക്കാണ്? എ നോട്ട് എക്സ് പ്ലസ് എ വൺ വൈ പ്ലസ് എ ടു വൈ ഡാഷ് പ്ലസ് എ ത്രീ വൈ ഡബിൾ ഡാഷ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ന് എഴുതണം. എന്നിട്ട് ഓരോ വൈയുടെയും വൈ ഡബിൾ ഡാഷിന്റെയും വൈ ട്രിപ്പിൾ ഡാഷിന്റെയും ഒക്കെ എന്ത് നോക്കണം എന്നാ പറഞ്ഞത്? കോയിഫിഷ്യൻസ് എന്താ ഒന്നെങ്കിൽ കോൺസ്റ്റൻസ് ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കണം. പക്ഷെ ഇതിനെ നമുക്ക് ആ ഫോമിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ തന്നെ നമുക്കത് ലീനിയർ അല്ല എന്നുള്ളത് പറയാം. അതല്ലെങ്കിൽ ഈ ഫോംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോൺ ലീനിയറിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ? പക്ഷെ അതുകൊണ്ട് എല്ലാ ട്രിഗ്നോമെട്രിക് ഫോം വന്നു കഴിഞ്ഞാൽ നോൺ ലീനിയർ ആണെന്നില്ല. അതുകൊണ്ടാണ് ഇതിലും ട്രിഗ്നോമെട്രിക് ഫോം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഇക്വേഷൻ ആയിട്ടാണ് വരിക. ഈ ഞാൻ രണ്ടാമത് വേറെ ഫോം എഴുതിയതാണ്. ഇത് ലീനിയർ ആണ്, ഇത് നോൺ ലീനിയർ ആണ്. അപ്പോ എന്ത് പറയാന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാമായിരിക്കും. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ട്രിഗ്നോമെട്രിക് ഫോംസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ദാറ്റ് വിൽ ബി ലീനിയർ. ഡിപ്പെൻഡന്റ് വേരിയബിളിലുള്ള ട്രിഗ്നോമെട്രിക് ഫോംസ് വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം നോൺ ലീനിയർ ആയിരിക്കും. കാരണം ഇങ്ങനത്തെ എക്സ്പാൻഷൻസും ഫോംസും വന്നിട്ട് നിങ്ങൾക്ക് അതിനെ കോയിഫിഷ്യന്റ് ഇൻറ്റു വൈ എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് നോൺ ലീനിയർ ആവുന്നത്. അപ്പോ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ട്രിഗ്നോമെട്രിക് ഫോംസ് വന്നിട്ടുണ്ടെങ്കിൽ അത് എക്സാമ്പിൾ ഓഫ് നോൺ ലീനിയർ ഫോംസ് ആണ് വരിക. അതുകൊണ്ട് എല്ലാ ട്രിഗ്നോമെട്രിക് ഫോംസും നോൺ ലീനിയർ ഇക്വേഷൻസിലേ വരുള്ളൂന്നില്ല. ഇതില് ട്രിഗ്നോമെട്രിക് ഫോം വന്നിട്ടുണ്ട്, പക്ഷെ അത് ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ആണ്. കോസ് ആർ സൈൻ ആർ ഒക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുന്ന ട്രിഗ്നോമെട്രിക് ഫോംസ് ആണ്. സോ അങ്ങനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ലീനിയർ ഓൺലി. പക്ഷെ ഡിപ്പെൻഡന്റ് വേരിയബിളിൽ ട്രിഗ്നോമെട്രിക് ഫോംസ് വന്നു കഴിഞ്ഞാൽ അത് നോൺ ലീനിയർ ആയിരിക്കും. എനിക്ക് ജനറൽ കേസിൽ അത് ട്രൂ ആവും എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നാളെ ഒന്നും കൂടി നോക്കിയിട്ട് പറയാം. അപ്പൊ ഇവിടേക്ക് അതുകൊണ്ടാ കോസ് ഓഫ് ആർ പ്ലസ് യു നമുക്ക് എന്ത് വന്നു? ട്രിഗ്നോമെട്രിക് ഫോം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ യു വന്നിട്ടുണ്ട്. സോ അത് നോൺ ലീനിയർ ആണ്. ഓക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ മൈനസ് കെ ബൈ ആർ സ്ക്വയർ. അത് എന്തിന് എക്സാമ്പിൾ ആണ്? അനുപമ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ലീനിയർ. ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്?
അനുപമ, ഡിപെൻഡന്റും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഡിപെൻഡന്റ് വേരിയബിൾ ടി. ആ, ഡിപെൻഡന്റ് വേരിയബിൾ അല്ല ടി, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ടി. കാരണം ഡിനോമിനേറ്ററിലല്ലേ ടി വന്നിട്ടുള്ളത്. സോ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ടി, ഡിപെൻഡന്റ് വേരിയബിൾ ആർ ആണ്. എനിക്ക് തോന്നുന്നു ഇതും വെച്ച് കൺഫ്യൂസ് ആയിട്ടുണ്ടാവും. ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ യുവും ഇൻഡിപെൻഡന്റ് വേരിയബിള് എന്തായിരുന്നു, ആറുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെയും ആറ് ആവണമെന്നില്ല. ഇതെന്താ അർത്ഥം? ഡി സ്ക്വയർ യു ബൈ ഡി ആർ സ്ക്വയർ ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനില് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ആ. അപ്പൊ ആ ക്യാപിറ്റൽ ആർ ഡബിൾ ഡാഷ് ആണ് ഇവിടെ വരുന്നത്. സോ ആർ അവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിളും ടി അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. ഇനി എന്താ വരിക ഇക്വേഷൻ? നോക്കൂ. അനുപമ, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ടി, ഡിപെൻഡന്റ് വേരിയബിൾ ആണ് ആർ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? ലീനിയർ അല്ല. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഉണ്ട് അല്ലെ, മൈനസ് കെ ബൈ ആർ സ്ക്വയർ. ഇവിടെ ഡിപെൻഡന്റ് വേരിയബിൾ ആറും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ടിയുമാണ്. ആർ സ്ക്വയർ എന്നുള്ള ടേം വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ പവർ ഇവിടെ 2 വന്നിട്ടുണ്ട് ഈ ഇക്വേഷനിൽ. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പവർ എന്തായാലും എന്തായിരിക്കും? 1 ആയി വരില്ല. Therefore, this is non-linear equation. നമുക്ക് ഡിപെൻഡന്റ് വേരിയബിളിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സിന്റെ പവർ 1 വരാൻ പാടുള്ളൂ. ഇവിടെ നമുക്കത് ഓൾറെഡി നോട്ട് ഈക്വൽ ടു 1 വന്നിട്ടുണ്ട്. സോ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷനുള്ള എക്സാമ്പിൾ ആണ്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ അനുപമ? ഓക്കെ, സോറി. ഇനി 7th വണ്ണും 8th വണ്ണും. 7th വൺ സൈൻ തീറ്റ ഇൻറ്റു വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് കോസ് തീറ്റ ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2. അത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? സോറി, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? സൈൻ തീറ്റ ഇൻറ്റു വൈ ട്രിപ്പിൾ ഡാഷ് മൈനസ് കോസ് തീറ്റ ഇൻറ്റു വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2. ലീനിയർ ആണ്, യെസ്. കാരണം അതില് പ്രത്യേകിച്ചൊന്നും ഇല്ല, എല്ലാ പവറും 1 തന്നെയാണ്. കോയിഫിഷ്യൻസ് എല്ലാതും എന്തായിരുന്നു? ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫങ്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ട്രൂ. സോ ദാറ്റ് ഇസ് ലീനിയർ. ഇനി 8th വൺ എക്സ് ഡബിൾ ഡാഷ് എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡാഷ് തന്നെയാണ്. എക്സ് ഡബിൾ ഡോട്ട് മൈനസ് 1 മൈനസ് 1/3 ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് എക്സ്. വെരി ഗുഡ് അമിഷ, ഗോപിക, നോൺ ലീനിയർ ആണെന്ന് പറയുന്നത് വെരി ഗുഡ്. കാരണം എക്സ് ഡാഷിന്റെ പവർ അവിടെ 3 വന്നിട്ടുണ്ട്. സോ ഒരു ഡെറിവേറ്റീവിന്റെ പവർ 3 വന്നത് കൊണ്ട് ദാറ്റ് ഇസ് നോൺ ലീനിയർ. വെരി ഗുഡ്. അപ്പൊ ലീനിയറും നോൺ ലീനിയറും ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ചെറിയ 1-2 കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ഒക്കെ അത് ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവും കുറച്ചുകൂടി അത്. ഓക്കെ, അപ്പോ ഈ ഒരു ഇതൊന്ന് പറയാം. y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ? y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. നോൺ ലീനിയർ ആണെന്നാണ് കുറെ പേര് പറയുന്നത്. 5-6 പേര് ഇപ്പൊ നോൺ ലീനിയർ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരോ? സുൻഫിയ നോൺ ലീനിയർ എന്ന് പറയുന്നത്. ഇത് ലീനിയർ ആണെന്ന് ആരും പറയണില്ലേ? എല്ലാവരും നോൺ ലീനിയറാ? ആർക്കെങ്കിലും ലീനിയർ ആണെന്നുണ്ടോ?
ഇല്ല, ആരൊന്നും പറയില്ല. ഇത് നോൺ ലീനിയർ ആണ്. വെരി ഗുഡ്. കാരണം y ഇൻറ്റു വൈ ഡാഷ് എന്ന് പറയുന്ന ഫോം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് രണ്ട് ഫോമിൽ ഞാൻ വേണമെങ്കിൽ പറയാം. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു ടേംസ് ഒന്നും തന്നെ എന്തായിട്ട് വരരുത്, മൾട്ടിപ്പിൾസ് ആയിട്ട് വരരുത്. ഡിപെൻഡന്റ് വേരിയബിളിന്റെയും അതിന്റെ ഡെറിവേറ്റീവിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ പാടില്ല. ഇവിടെ അത് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ വൈ ഡാഷിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 5y എന്ന് പറയുന്നത് കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിലോ ഉള്ള ഫംഗ്ഷൻ അല്ല. This coefficient depends upon the dependent variable. So ഫസ്റ്റ് കണ്ടീഷൻ തെറ്റാന്ന് പറയാം, അങ്ങനെ ഇത് നോൺ ലീനിയർ ആണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സൊല്യൂഷൻസിലേക്ക് പോവാം. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കാം. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് വിൽ ബി ആൻ ഇക്വേഷൻ which tells a relation between the variables. നമ്മളുടെ എക്സും വൈയും ആണ് രണ്ട് വേരിയബിൾസുകൾ. ഇത്രയും നാളെ നോക്കി അവിടെയൊക്കെ എന്തായിരുന്നു, വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന വൈയുടെ ഡെറിവേറ്റീവ്സും വരുന്നുണ്ട്, പിന്നെ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളും ഉണ്ട്. അപ്പോ ഈ രണ്ട് വേരിയബിൾസ് ഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഇടയിലുള്ള ഒരു റിലേഷൻ തരുന്ന ഇക്വേഷൻ ആയിരിക്കും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഇന്റഗ്രൽ എന്നും വിളിക്കാം. ഓക്കെ, സൊല്യൂഷൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് അതെന്താണ്, എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസിന്റെ ഇടയിലത്തെ ഒരു റിലേഷൻ തരുന്നതായിരിക്കും സൊല്യൂഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് ആൻ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു തരുന്ന റിലേഷനെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രിമിറ്റീവ് എന്നും വിളിക്കാം. പ്രിമിറ്റീവ്. അപ്പൊ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതും സൊല്യൂഷൻ തന്നെയാണ്. ഇനിയിപ്പോ പല ടൈപ്പ് സൊല്യൂഷൻസ് വരും. അപ്പൊ അതില് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന സൊല്യൂഷനെയാണ് നമ്മൾ അവിടെ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്. എഗെയിൻ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇറ്റ്സെൽഫ്. വേറെ ഒന്നും മീൻ ചെയ്യുന്നില്ല, അതെല്ലാം സൊല്യൂഷൻസിന്റെ തന്നെ വേറെ വേറെ പേരുകളാണ്. ഓക്കെ, അപ്പോ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോ ഒരു ഫംഗ്ഷന്റെ ഫോമിൽ നമ്മൾ എഴുതി, അതൊരു ഇക്വേഷൻ ആണെന്നല്ലേ പറഞ്ഞേ. അപ്പോ ഡിപെൻഡന്റ് വേരിയബിൾ ഞാനിപ്പോ ഇവിടെ ടി ആയിട്ട് കൺസിഡർ ചെയ്തത് പോലെ ഇവിടെ എക്സും വൈ ആയിട്ട് എടുക്കും. അതെത്ര അവരല്ലേ പറഞ്ഞത്. അപ്പോ ഇവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് y is equal to some phi of x എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് സൊല്യൂഷൻ. ഈ phi of x ആണ് സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ്സ് എല്ലാതും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യും. എത്ര ഡെറിവേറ്റീവ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ഡെറിവേറ്റീവ്സ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാം. നമ്മളുടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഈ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതാണ് നമ്മളുടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിചാരിക്കാം.
ഇതിന്റെ സൊല്യൂഷൻ ഫൈ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് അതിന് രണ്ട് ഡെറിവേറ്റീവ്സ് ആ കണ്ടുപിടിക്കാൻ പറ്റുക. കാരണം ഇത് സെക്കൻഡ് ഓർഡർ ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നതിനും രണ്ട് ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഫൈ ഡാഷ് ഫൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുക. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ സാറ്റിസ്ഫൈ ദിസ് ഗിവൺ ODE. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത്, ദാറ്റ് ഇസ് എ റിലേഷൻ, ദാറ്റ് ഇസ് എൻ ഇക്വേഷൻ വിച്ച് ഗീവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ് y ആൻഡ് x. അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണോ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണോ അത് തമ്മിലുള്ള ഒരു റിലേഷൻ തരുന്ന ഇക്വേഷൻ ആയിരിക്കും സൊല്യൂഷൻ. ആൻഡ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൾസോ. ക്ലിയർ ആണോ? ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളത്. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മനസ്സിലായോ? യെസ്, ഒരാളെ പറയുന്നുള്ളൂ, ബാക്കിയുള്ളവരോ? യെസ്, ഓക്കെ. അപ്പോ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഏതെങ്കിലും ഒരു y = ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും അതിന്റെ സൊല്യൂഷൻ എങ്കിൽ അതിന് എത്ര ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കും? ആ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഫംഗ്ഷന് എത്ര ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 3 ഡെറിവേറ്റീവ്സ്. വെരി ഗുഡ്. അപ്പോ ഏത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണോ നമ്മുടെ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്നല്ല, ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ആൻസറിനെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏത് ഓർഡറിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ആണോ നമ്മൾ പറയുന്ന സൊല്യൂഷൻ എന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഓർഡർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും, എന്നാലേ നമുക്ക് അതിനെ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുണ്ടെങ്കിൽ എനി ഫംഗ്ഷൻ ഫൈ, നമ്മൾ ഈ പറഞ്ഞ മാതിരി ഏതോ ഒരു ഫംഗ്ഷൻ ഫൈ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ ഐ. ആക്ച്വലി ഇതെല്ലാതും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ഫോർ എക്സ്, എക്സിന് ഒരു തന്നിട്ടുള്ള റേഞ്ചിന്റെ ഉള്ളിലാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. സോ അത് നമ്മൾ ഒരു ഇന്റർവെൽ ഐയിലാണെന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ ഐ ആൻഡ് പൊസസിങ് അറ്റ്ലീസ്റ്റ് n ഡെറിവേറ്റീവ്സ്. നമ്മൾ nth ഡെറിവേറ്റീവിന്റെ കേസ് ആണ് ജനറൽ ഫോമിൽ പറയുന്നത്. സോ അതിന് n ഡെറിവേറ്റീവ്സ് അവിടെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് n ഡെറിവേറ്റീവ്സ് ദാറ്റ് ആർ കണ്ടിന്യൂസ് ഓൺ ഐ. ഈ തന്നിട്ടുള്ള ഇന്റർവെല്ലില് ഈ എല്ലാ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്. which when substituted into the nth order differential equation reduces the equation to an identity. അപ്പൊ തന്നിട്ടുള്ള n ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മുടെ ഫൈ ഓഫ് എക്സും അതിന്റെ തന്നെ n ഡിഫറൻഷ്യൽസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗീവ് an identity, that is this is equal to 0 എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമ്മൾ കറസ്പോണ്ടിംഗ്ലി ഇവിടെ ഫൈ ഇതിന്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഡബിൾ ഡാഷ് പ്ലസ് ഫൈ ഡാഷ് is equal to 0 ഐഡന്റിറ്റി തരും. ദാറ്റ് is ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും. is said to be a solution of the given differential equation on the interval. അപ്പൊ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that will be a function which gives a relation between two variables x and y, dependent variable and the independent variable. And ഏത് ഓർഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ നമ്മൾ പറയുന്നതെങ്കിൽ correspondingly that equation will have those many derivatives. അപ്പൊ തേർഡ് ഓർഡറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് will be a function which has 3 derivatives. ആ 3 ഡെറിവേറ്റീവ്സും ആ ഫംഗ്ഷൻസ് എല്ലാതും നമ്മളുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയ ODEയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ that will give the identity or it will satisfy the given equation. this is equal to ഈ 0 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ this gives identity എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ that phi of x satisfies the given ODE എന്ന് പറഞ്ഞാലും മതി. അങ്ങനെയാണെങ്കിൽ we'll say അങ്ങനത്തെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ എല്ലാതും ഡിഫൈൻ ചെയ്യുന്നത് ഏതോ ഇന്റർവൽ ഐയിലാണ്. സോ ദാറ്റ് ഈസ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓൺ ദ ഗിവൺ ഇന്റർവൽ ഐ എന്ന് പറയും. ഉത്തരേ ഉള്ളൂ. ദിസ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ കണ്ടിന്യൂറ്റിയും കേസുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഈ നേരത്തെ പറഞ്ഞ ഈ ഐനെയാണ് നമ്മൾ ഇന്റർവെൽ ഓഫ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് വാലിഡിറ്റി എന്നൊക്കെ പറയുന്നത്.
ദാറ്റ് ഈസ് നമ്മുടെ സൊല്യൂഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് ഈ ഇന്റർവെല്ലാണ്. അതിന്റെ പുറത്ത് നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് പറയാൻ പറ്റില്ല. സോ ഇങ്ങനെ ഫൈ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഐനെയാണ്, ഏത് ഇന്റർവെല്ലിലാണോ ഫൈ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ഇന്റർവെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർവെൽ ഓഫ് ഡെഫിനിഷൻ ഓർ ഇന്റർവെൽ ഓഫ് വാലിഡിറ്റി ഓർ ദ ഡൊമെയിൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇത് ശരിക്കും ഏതിന്റെ ഇന്റർവെല്ലാണ്, എക്സിന്റെ കറസ്പോണ്ടിങ് ഇന്റർവെല്ലാണ്. കാരണം ഫൈ ഓഫ് എക്സിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ എവിടെ തൊട്ട് ഏതുവരെ വേരി ചെയ്യണം എന്ന് പറയുന്നത് ഈ ഐയിലാണ്. സോ ഇതിനെ നമുക്ക് ഡൊമെയിൻ ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് വാലിഡിറ്റി ഓർ ഇന്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്നും പറയാം. ജസ്റ്റ് ഒന്ന് തിയറി പാർട്ട് എന്തൊക്കെയാണ് എന്താണെന്ന് അറിയില്ല, അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണമല്ലോ. അഥവാ ചോദിച്ചാൽ അറിയണമെന്നല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട് പഠിക്കുമ്പോൾ ആക്ച്വലി അതിന്റെ കാര്യങ്ങൾ അതിന്റെ ബിഹൈൻഡിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്, തിയറി എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ ശരിക്കും അത് സൊല്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഇന്റർവെല്ലാണ്. ആ ഇന്റർവെൽ ശരിക്കും എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എവിടെ തൊട്ട് ഏതുവരെ വേരി ചെയ്യുമ്പോഴാണ് ഈ ഫൈ നമ്മുടെ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സിന്റെ ലിമിറ്റ്സ് ആണ് അവിടെ തരുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ലിമിറ്റ്സ് ആണ് അവിടെ തരുന്നത്. അതിനെ നമ്മൾ ഡൊമെയിൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് വാലിഡിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്റർവെൽ ഓഫ് ഡെഫിനിഷൻ എന്നും പറയാം. അതിന് ഇതൊല്ലാതും ഈ ഐനെ തന്നെ പറയുന്ന വേറെ വേറെ പേരുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്കലി നമുക്ക് പറയാം, കാരണം രണ്ട് വേരിയബിൾസ് ആണ്. സോ ഇതിലൊരു പ്ലെയിനിൽ നമുക്ക് ഇതിനെ വരയ്ക്കാൻ പറ്റും. ആ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ സൊല്യൂഷൻ കർവ് എന്ന് പറയുന്നത്. നമ്മുടെ സൊല്യൂഷനെ നമ്മൾ ഗ്രാഫിക്കലി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൊല്യൂഷൻ കർവ് എന്ന് വിളിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിയാനുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കേണ്ടത്. അപ്പോ അതിന് മുൻപേ എന്തോ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചു. സൊല്യൂഷൻ കർവ് നോക്കണം. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ഉണ്ട്, അത് നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം അല്ലെ. 1 പാരാമീറ്റർ 2 പാരാമീറ്റേഴ്സ്, ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി. ഞാൻ നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലേ, നമ്മളുടെ നോൺ ലീനിയറിന്റെ കേസ് പറഞ്ഞവിടെ ട്രിഗ്നോമെട്രിക് ഫോം, ഡിപെൻഡന്റ് വേരിയബിളിലുള്ള ട്രിഗ്നോമെട്രിക് ഫോം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇക്വേഷൻ വിൽ ബി എ നോൺ ലീനിയർ ഇക്വേഷൻ ഉള്ളത്. അത് എല്ലാതും സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. മനസ്സിലായോ? നേരത്തെ കോസ് ഓഫ് ആർ പ്ലസ് യു പറഞ്ഞില്ലേ നമ്മള്. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് വേരിയബിളിലുള്ള ട്രിഗ്നോമെട്രിക് ഫോംസ് ആണെങ്കിൽ അത് നമുക്ക് ലീനിയർ ആയിട്ട് തന്നെ തരിക. പക്ഷെ വൈഡ് ടേംസ് അല്ലാന്നുണ്ടെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിൾസിലാണ് അവിടെ നമ്മളുടെ ട്രിഗ്നോമെട്രിക് ഫോം വന്നിട്ട്, ദാറ്റ് ഈസ് കോസ് വൈ, സൈൻ വൈ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി കോസ് ഓഫ് എക്സ് പ്ലസ് ആർ പ്ലസ് യു വന്നു, വേർ യു ഇസ് ദ ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ അവിടേക്ക് നമുക്ക് എന്താണ് ഡിപെൻഡന്റ് വേരിയബിളിലുള്ള ട്രിഗ്നോമെട്രിക് ഫോം വന്നു കഴിഞ്ഞാൽ അതെല്ലാതും നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അത് കണ്ണടച്ച് പറയാം നിങ്ങൾക്ക് അത് നോൺ ലീനിയർ ആണ് എന്നുള്ളത്. ട്രിഗ്നോമെട്രിക് നോൺ ഡിപെൻഡന്റ് വേരിയബിൾസിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ആ ഭാഗം ഞാൻ നോക്കിയിട്ട് പറയാ പറഞ്ഞില്ലേ, ഇത് എല്ലാത്തിലും ശരിയാണ്. പിന്നെ നമ്മൾ ലീനിയറിന്റെ കാര്യം പറഞ്ഞു, നോൺ ലീനിയർ പറഞ്ഞു, സൊല്യൂഷനും പറഞ്ഞു. ഇത്രയുള്ളത് ക്ലിയർ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ, യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, നമുക്ക് തന്നെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ അതിന്റെ. സൊല്യൂഷൻ എങ്ങനെ വെരിഫൈ ചെയ്യാൻ നോക്കാം. ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ട, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് എങ്ങനെ ഞാൻ പറഞ്ഞത്, അത് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ മാത്രമേ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഫംഗ്ഷൻസും തന്നിട്ടുണ്ട്. whether the given function is a solution or not എന്നുള്ളത് കണ്ടുപിടിക്കണം.
ഓക്കെ, വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. dy/dx ഇവിടെ എല്ലാതും ഇന്റർവെൽ തന്നിട്ടുള്ളത് -∞ മുതൽക്ക് ഇൻഫിനിറ്റി വരെയാണ് കേട്ടോ. എല്ലാതും ഡിഫൈൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ഡൊമെയിൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് -∞ to ∞ ആണ്. dy/dx is equal to x y raised to 1/4. 1/4 അല്ല 1/2. xy raised to 1/2. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to 1/16 x raised to 4. 1/16 x raised to 4. ഇത് നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പൊ തന്നിട്ടുണ്ട് y എന്ന് പറഞ്ഞിട്ട് ഇത് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് LHS കണ്ടുപിടിക്കാം, കറസ്പോണ്ടിംഗ്ലി RHS കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇക്വേഷൻ. എന്നിട്ട് അത് ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഇസ് സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് പറയാം. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് LHS എങ്ങനെയാണ് വേണ്ടത്? dy/dx. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് dy/dx എന്താണ്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ 1/16 into 4x³ which is equal to 1/4x³ അല്ലെ? ഈ തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് അപ്പൊ ഇതാണ് നമുക്ക് ഇവിടുത്തെ LHS ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ RHS നോക്കണം. RHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x into y raised to 1/2. സോ x into ഇവിടെ y raised to 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/16 into x raised to 4 raised to 1/2 is equal to ഇതിന്റെ 1/16 ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരിക? 1/4. x raised to 4 raised to 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x². സോ ദിസ് is equal to 1/4x³. ഇതാണ് നമുക്ക് ഇവിടെ RHS ആയിട്ട് വരണം. LHS is equal to RHS. So this equation satisfies the given differential equation. Hence, this is a solution of the given differential equation on this interval. ചിലത് ഇന്റർവെൽ തന്നിട്ടുള്ള ഇന്റർവെലിന്റെ ഇടയിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ ട്രൂ ആവുള്ളൂ. അങ്ങനത്തെ ചില കേസസ് ഒക്കെ ഉണ്ടാവും. അത് ഇനി വരുമ്പോ നോക്കാം നമുക്ക്. ഇപ്പൊ ഇത് -∞ to ∞ എവിടെയാണെങ്കിലും ഇതെല്ലാവിടെയും ഇത് രണ്ടും ഈക്വൽ ആണ്. Therefore, this equation satisfies the given differential equation on this interval. Hence, this is a solution of this differential equation in this interval I. Clear ആണോ? Yes. Okay. എല്ലാവർക്കും ക്ലിയർ ആണോ? 3 പേര് ഇപ്പൊ യെസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? 4 വിജിഷ, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 19. ഇവിടെ ആരോ റിപ്ലൈ ചെയ്യാത്തുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നെ അടുത്ത വേറൊരു പ്രോബ്ലം നോക്കാം. ഇനി ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മതി. y double dash minus 2y dash minus 2y dash plus y equal to 0. Y is equal to x e raised to x. Okay. Y double dash minus 2y dash plus y is equal to 0. Y is equal to x e raised to x. ഈ തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ ആദ്യം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y ഡബിൾ ഡാഷും വേണം, y ഡാഷും വേണം, y യും വേണം. y ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ y ഡാഷും y ഡബിൾ ഡാഷും കണ്ടുപിടിക്കാം.
y dash is equal to y dash എന്താ വരിക ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇത് യു വി ഫോമില് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം കാരണം യു ഇൻറ്റു വി ആണ് വന്നിട്ടുള്ളത് സോ യു ഡാഷ് വി പ്ലസ് വി ഡാഷ് യു എന്ത് വരും എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് അല്ലേ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ് പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ് സോ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്നുള്ള ഫോം വന്നു ഇനി y ഡബിൾ ഡാഷ് സോ ദിസ് ഇസ് ഈക്വൽ ടു ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗൈൻ ഇ റേസ് ടു എക്സ് സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് 2 ഇ റേസ് ടു എക്സ് എന്നുള്ളത് വന്നു ഇനി ഇതിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മളുടെ y ഡാഷും y ഡബിൾ ഡാഷും yയും എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പൊ എന്താണ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y is equal to y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ x e raised to x പ്ലസ് 2 e raised to x മൈനസ് 2y ഡാഷ് മൈനസ് 2 into x e raised to x പ്ലസ് e raised to x പ്ലസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x e raised to x ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പൊ എന്ത് വരും x e raised to x പ്ലസ് 2 e raised to x മൈനസ് 2x e raised to x minus 2 e raised to x plus x e raised to x. X plus x 2 times minus 2 times 2 minus 2. So this is equal to 0. So നമുക്ക് എന്ത് വന്നു ഇതിനെ ഈ y നെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this equation is equal to 0 എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു. Therefore this y satisfies the given differential equation. Hence this is a solution of this differential equation in the given interval I. Clear ആണോ? ഞാൻ കുറച്ച് സ്പീഡിലാണ് ഇപ്പൊ ഇത് പറഞ്ഞത് പക്ഷെ അത് ഡിഫറൻസിയേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഓക്കെ ക്ലിയർ ആണ് ശ്രുതി ക്ലിയർ ആണ് പറയുന്നുണ്ട് ബാക്കിയുള്ളവരോ രമിത ഓക്കെ ക്ലിയർ ആണ് ബാക്കിയുള്ളവരോ ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ നോട്ടിൽ എഴുതുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കുറെ പറഞ്ഞിരുന്നു കഥ പറയുന്ന മാതിരി ഉണ്ട് ഓക്കെ ഇനി അഥവാ എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് നല്ലോണം ക്ലിയർ ആയിരിക്കും കാര്യങ്ങളെല്ലാം ഓക്കെ ശരി ഫൈൻ അപ്പോ നമുക്ക് ഇനി ഞാന് ജനറൽ ഫോമും അതേമാതിരി തന്നെ നോർമൽ ഫോമും പറഞ്ഞു അതിന്റെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ നോക്കിയിരുന്നില്ല അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതിന്റെ തന്നെ ചെയ്യാം ഇതിന്റെ തന്നെ നമുക്ക് ജനറൽ ഫോമാണ് നോർമൽ ഫോമും ഈ തന്നിട്ടുള്ളത് ഒരു ജനറൽ ഫോം ആണ് ഇതിനെ നോർമൽ ഫോമിലേക്ക് മാറ്റണം ചിലപ്പോ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ഫോം തന്നിട്ട് അതിന്റെ നോർമൽ ഫോം എഴുതാൻ പറയുന്നു ഇല്ല ഓക്കെ ഒരു മിനിറ്റ് ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് പോർഷൻസ് റെക്കോർഡ് ആയിട്ടില്ല കണക്ഷൻ പോയിട്ട് രണ്ടാമത് കണക്ട് ചെയ്തപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ മറന്നു അപ്പോ ഇടയിൽ ഒരു പ്രോബ്ലം വിട്ടിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഈ പ്രോബ്ലം ആണ് എക്സ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2xy ഡാഷ് പ്ലസ് 3y is equal to 6 നമ്മളുടെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് അപ്പൊ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതിനെ LHSൽ നിർത്തിയിട്ട് ദാറ്റ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഇക്വേഷനെ റീ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് പറയാം അപ്പൊ ഇതിൽ എന്താണ് ഈ y ഡബിൾ ഡാഷ് ട്രിപ്പിൾ ഡാഷ് ഈ ഡാഷ് എന്നൊക്കെ പറയുന്ന ഡെറിവേറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സോ y ട്രിപ്പിൾ ഡാഷ് കൊണ്ട് മീൻ ചെയ്തത് d³ y / dx³ ആണ് സോ ഇതിലത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് y ട്രിപ്പിൾ ഡാഷ് ആയതുകൊണ്ട് y ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ഹോൾ ഇക്വേഷനെ മാറ്റണം സോ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിലേക്കാണ് വരുന്നത് കുറച്ച് ടേംസ് ആയിട്ട് കൊണ്ടുവന്നു പിന്നെ y ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു അപ്പൊ എന്ത് വന്നു 6 - 3y minus 2xy double dash
ഡിവൈഡഡ് ബൈ ഈ തന്നിട്ടുള്ള എക്സിനെയും എക്സ് വൈ ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എക്സിനെ നമ്മൾ RHS കൊണ്ടുവരുമ്പോൾ വൈ ട്രിപ്പിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ദിസ് ടേം ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞു വരും. അപ്പൊ എഗെയിൻ ഇങ്ങനെ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ ഒരു എക്സും ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഹോൾ ആയിട്ട് ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് എക്സിനെ പുറത്തേക്ക് എടുക്കാമെങ്കിൽ എക്സ് ഇൻറ്റു ദാറ്റ് ടേം ഡിവൈഡ് ബൈ എക്സ് ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സും കൂടി ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ന്യൂമറേറ്ററിൽ ഈ ടേംസ് ഫുള്ളും എല്ലാം കൂടി ഒറ്റ സിംഗിൾ ടേം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ ടേംസിൽ ഒരു എക്സ് ഒരു ടേമിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാൻ ചെയ്തു നോക്കാനുള്ളത് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം.